കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഗലാത്യർ ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ പ്രതിപാദിക്കുന്നതായ ആത്മാവിന്റെ 9 ഫലങ്ങളെക്കുറിച്ചുള്ള ചിന്തയിലായിരുന്നല്ലോ. കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ചു നിർത്തിയത് ദയ, പരോപകാരം എന്നീ 2 ആത്മാവിന്റെ ഫലം, അവയെ ഒരുമിച്ച് നമുക്ക് ചിന്തിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് വിശ്വസ്തത എന്ന ആത്മാവിന്റെ ഫലത്തെക്കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ദൈവം തൻ്റെ ആത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത് ഈ ഭൂമിയിൽ നാം ഒറ്റയ്ക്ക് ഒരു ആത്മീയ ജീവിതം നയിക്കുക എന്നുള്ളത് സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയതായ കർത്താവ് തൻ്റെ ആത്മാവിനെ നമുക്ക് സഹായമായി നൽകി. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ ആ ആത്മാവിന്റെ ഫലങ്ങൾ നമ്മളിലൂടെ വെളിപ്പെടുവാനിടയായിത്തീരും. അങ്ങനെയുള്ള 9 ഫലമാണ് ഇവിടെ ഈ ഗലാത്യർ ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഏതൊരു ക്രിസ്ത്യാനുഗാമിക്കും നിർബന്ധമായും ഉണ്ടാകേണ്ട 9 ഫലങ്ങളാണിത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഫലമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിശ്വസ്തത എന്ന ഫലം. സാധാരണയായിട്ട് ആളുകൾ പറയാറുണ്ട്, ഞാൻ ഇത്ര വർഷങ്ങളായി വിശ്വസ്തനായിരുന്ന് കർത്താവിന് വേണ്ടി ആയിരിക്കാൻ തക്കോണം ദൈവം എന്നെ സഹായിക്കുന്നു. പലപ്പോഴും ആ വിശ്വസ്തത നമ്മുടെ മിടുക്കാണ്, നമ്മുടെ കഴിവാണ്, നമ്മുടെ ഒരു നേട്ടമാണ് എന്ന് ചിത്രീകരിക്കുവാനാണ് ബഹുഭൂരിപക്ഷം ആളുകളും ശ്രമിക്കുന്നത്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമുക്ക് തരുന്നതായ ഏതൊരു കാര്യവും അതിൻ്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് നമുക്കല്ല, അത് ദൈവത്തിനാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ആർക്കും തന്നെ ഒറ്റയ്ക്ക് ഒരു ആത്മീയ ജീവിതം നയിക്കുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ്. നമ്മെ അതിനുവേണ്ടി സഹായിക്കുന്നതാണ് ദൈവത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഈ വിശ്വസ്തത എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിച്ചുകൊണ്ട് നമ്മളിൽ വിശ്വസ്തത പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ വിശ്വസ്തരായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഏതൊരു നേട്ടമാണെങ്കിലും നമുക്ക് തനിയെ ഉളവാക്കുവാൻ കഴിയുന്നതല്ല. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് ഇവയെല്ലാം സാധ്യമാവുകയുള്ളൂ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഗ്രഹവിചാരകന്മാരെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. ഗ്രഹവിചാരകന്മാർ എന്ന് പറയുന്നത് ദൈവം ഏൽപ്പിക്കുന്നതായ കാര്യങ്ങളെ ഉത്തരവാദിത്വത്തോടുകൂടെ ചെയ്യുന്നവർ എന്നാണ് ഇതിനർത്ഥം. അപ്പോൾ അങ്ങനെയുള്ള ആളുകളിൽ ദൈവം അന്വേഷിക്കുന്നത് എന്താണെന്ന് ഇവിടെ പറയുന്നു. അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ. അതായത് നമ്മൾ വിശ്വസ്തരായിരിക്കാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ഇത് സംബന്ധിച്ച് കുറച്ചുകൂടി വിശദീകരണമായി കർത്താവ് യേശുക്രിസ്തു തന്നെ പറഞ്ഞതായ ഒരു ഉപമയിൽ നിന്നും നമുക്കത് ചിന്തിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും. താലന്തുകളുടെ ഉപമ കർത്താവ് യേശുക്രിസ്തു പറയുമ്പോൾ വളരെ വ്യക്തമായിട്ട് വിശ്വസ്തതയ്ക്ക് ഒരു വലിയ പ്രാധാന്യം കർത്താവ് യേശുക്രിസ്തു പറയുന്നുണ്ട്. ഒരുവൻ പരദേശത്തേക്ക് പോകുമ്പോൾ തൻ്റെ താലന്തുകളെ അവൻ വീതം ചെയ്തു. ഒരുവന് 5 താലന്ത്, ഒരുവന് 2 താലന്ത്, ഒരുവന് 1 താലന്ത്. ഈ താലന്തുകളോടുള്ള ഓരോരുത്തരുടെ സമീപനം വളരെ വ്യത്യസ്തമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ താലന്തുകളെല്ലാം ഈ 3 ദാസന്മാർ ബിസിനസ് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ അവർ വ്യാപാരം ചെയ്തപ്പോൾ, അതിൽ വളരെ ക്രൂഷ്യലായി അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്, പ്രത്യേകിച്ച് ഈ താലന്തുകളുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് അവരുടെ വിശ്വസ്തതയായിരുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് എത്ര ലഭിച്ചു, എന്ത് ലഭിച്ചു എന്നുള്ളതല്ല പ്രധാനമെന്ന് പറയുന്നത്. ചില ആളുകൾ പറയാറുണ്ട്, എനിക്ക് വലിയ കഴിവില്ല, മറ്റുള്ളവർക്കൊക്കെ വലിയ കഴിവുണ്ട്, എനിക്ക് ആ കഴിവുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവരെക്കാളും കുറച്ചുകൂടെ നന്നായി പ്രവർത്തിച്ചേനെ, നന്നായി ഞാൻ ശോഭിച്ചേനെ എന്ന് പറയാറുണ്ട്. പക്ഷേ അവർക്ക് ലഭിച്ചതല്ല, നമുക്ക് ലഭിച്ചതല്ല, അതിനേക്കാൾ ഉപരി നാം എത്രത്തോളം വിശ്വസ്തനായിരുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 21-ാം വാക്യത്തിൽ കർത്താവ് യേശുക്രിസ്തു ഇപ്രകാരം പറയുന്നു, അതിന് യജമാനൻ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു. ഈ വാക്കുകൾ വളരെ അർത്ഥസമ്പുഷ്ടമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ ചിന്തയോട് ചേർത്ത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന വളരെ മനോഹരമായ വാക്യം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, താലന്തുകളെ ആ യജമാനൻ കൊടുത്തപ്പോൾ
വളരെ ഡിഫറൻ്റ് ആയിട്ടാണ് കൊടുത്തത്. പക്ഷേ ഓരോരുത്തർക്കും താലന്ത് കൊടുക്കുന്നത് അവരുടെ വിശ്വസ്തതയ്ക്കനുസരിച്ചാണ് എന്നും കൂടെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ദൈവം നമ്മെ ഏൽപ്പിക്കുന്നത് നമ്മൾ എത്രത്തോളം വിശ്വസ്തരായിരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പലപ്പോഴും നമുക്ക് വേണ്ടവണ്ണം വിശ്വസ്തരായിരിക്കാൻ കഴിയാത്തതുകൊണ്ട് ദൈവം നമുക്ക് കൂടുതലായി ഒന്നും നൽകുന്നില്ല. എന്നാൽ പലപ്പോഴും നമ്മൾ മറ്റുള്ളവരോടും പൊതുവെയും നമ്മൾ വളരെയധികം നീരസപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമുക്ക് റിസോഴ്സസ് കുറഞ്ഞു പോകുന്നു എന്നുള്ളതിലാണ്. അതിലേറ്റവും അധികം നമ്മൾ പരാജയപ്പെടുന്നത് ദൈവത്തോടാണ് എന്നുള്ളതും വളരെ വിചിത്രമായ ഒരു കാര്യമാണ്. ഇവിടെ കർത്താവ് യേശുക്രിസ്തു സംസാരിക്കുന്നത് 5 താലന്ത് ലഭിച്ചവൻ യജമാനന്റെ അടുക്കൽ വന്ന് വേറെ 5 കൂടെ കൊണ്ടുവന്നപ്പോൾ യജമാനനോട് പറയുന്നു, യജമാനനെ 5 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 5 താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനാണ് ഈ യജമാനൻ ഉത്തരം പറയുന്നത്, നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. നോക്കണേ, വിശ്വസ്തത കൂടുതൽ ഉത്തരവാദിത്വങ്ങളിലേക്ക് നമ്മെ കൊണ്ടുചെല്ലുന്നു. ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ ഇരുന്നുകൊണ്ട് നമ്മളിൽ വിശ്വസ്തത പ്രവർത്തിക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രാപ്തിയെ വർദ്ധിപ്പിക്കുവാനാണ്. ഇവിടെ ഈ യജമാനൻ എന്താ ചെയ്തത്? വേറൊരു 5 താലന്ത് കൂടി ഇവന് കൊടുക്കുക. കാരണം ഇവന്റെ പ്രാപ്തി വർദ്ധിച്ചു വന്നു. വിശ്വസ്തത കൂടുമ്പോൾ, വിശ്വസ്തത വർദ്ധിക്കുമ്പോൾ, വിശ്വസ്തതയിൽ നമ്മൾ നിലനിൽക്കുമ്പോൾ നമുക്ക് കൂടുതൽ ലഭിക്കാനും കൂടുതൽ അനുഗ്രഹിക്കപ്പെടുവാനിടയായിത്തീരും. പലരും അനുഗ്രഹിക്കപ്പെടാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ദൈവത്തിന്റെ ആത്മാവ് അവരിൽ ഇരുന്ന് വിശ്വസ്തത പ്രവർത്തിക്കുമ്പോഴും അതിൽ അവർക്ക് സ്ഥിരത ഉളവാകുവാൻ സാധിക്കാത്തതാണ്. അതുകൊണ്ട് ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ വിശ്വസ്തരായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ലോകപ്രകാരമുള്ള വിശ്വസ്തതയെക്കുറിച്ചല്ല ഇവിടെ ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നത്. മറിച്ച് ആത്മാവിന്റെ ഫലമായി ദൈവം നമ്മളിൽ വിശ്വസ്തത പ്രവർത്തിക്കുമ്പോൾ നാം അതിനോട് ചേർന്ന് നിൽക്കണം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. നമ്മൾ വിശ്വസ്തരായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കും. നമുക്ക് വേണ്ടതായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആഗ്രഹമുള്ളവരായിരിക്കുക, നമ്മൾ ലക്ഷ്യമുള്ളവരായിരിക്കുക, താല്പര്യമുള്ളവരായിരിക്കുക, ആത്മീയ കാര്യങ്ങളിൽ, ദൈവിക കാര്യങ്ങളിൽ ഉത്സാഹമുള്ളവരായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മെ അധികത്തിന് വിചാരന്മാരാക്കും. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിന് ഫലമായ ഈ വിശ്വസ്തത നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് സാധിച്ചാൽ, അതെ, ആ ആത്മാവിന്റെ ഫലമായ വിശ്വസ്തത നമ്മുടെ വിശ്വസ്തതയായി കൂട്ടിക്കൊണ്ട് ദൈവം നമ്മളിൽ പ്രവർത്തിപ്പാനിടയായിത്തീരും. അതുകൊണ്ട് ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് നിങ്ങൾ ജീവിച്ചാൽ ആ വിശ്വസ്തത ദൈവം നിങ്ങളിൽ പ്രവർത്തിപ്പാനിടയായിത്തീരും. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, വിശ്വസ്തതയെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം ഞങ്ങൾക്ക് കേൾക്കുവാൻ കഴിഞ്ഞല്ലോ. കർത്താവേ, അങ്ങയുടെ ആത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ വിശ്വസ്തത പ്രവർത്തിക്കുമ്പോൾ ദൈവത്തോടും മനുഷ്യരോടും വിശ്വസ്തരായിരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും എന്നുള്ളതായ വളരെ പ്രധാനപ്പെട്ട ചിന്ത അങ്ങ് ഞങ്ങൾക്ക് നൽകിയതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ആൾ.